അത് കാണുമ്പോൾ കഴിക്കണമെന്ന് തോന്നും. പുതിയ പുതിയ ആഹാരം വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും അധികം അവർക്ക് താല്പര്യമില്ല. അതിന് കാരണം ഒന്നാമത് വീട്ടിലുള്ളവർക്ക് സമയമില്ല. വീട്ടിലെല്ലാ ഫാമിലിയിലുള്ളവർക്ക് ജോലി കാര്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോൾ ആരും വെളിയിൽ കൊടുക്കണമെന്നില്ലല്ലോ. വീട്ടിൽ ഇച്ചിരി അരിയും പയറും ഇട്ട് കഞ്ഞി വെച്ചാലും അത് നല്ല ഒരു ജനറേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റീസ് തേടിപ്പോന്നുള്ളത് അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിലൊക്കെ പുതിയ പുതിയ വെറൈറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡായിട്ട് മാറി. നമ്മുടെ അസുഖങ്ങൾ, ക്യാൻസർ, അങ്ങനെ അതുപോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെടാൻ കാരണം ഇത് തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് കാരണം. മലയാളിയും മാറുന്നു, മലയാളിയുടെ സംസ്കാരവും മാറുന്നു. പുതിയ സംസ്കാരം ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. പുതിയവ തേടി ജനങ്ങൾ പായുന്നു. ഇത് ശരിയോ തെറ്റോ? ജനാഭിപ്രായങ്ങളിലേക്ക് ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പുതിയ പുതിയ വെറൈറ്റികളുമായിട്ട് വരുന്ന ആൾക്കാർ അതിലോട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം കൂടുതലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന ഇതൊക്കെയാണല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പം അതിങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കിയിരിക്കും. അത് കാണുമ്പം കഴിക്കണമെന്ന് തോന്നും. പുതിയ പുതിയ ആഹാരത്തിന് സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും അതിലെല്ലാം കൂടുതലും ഈ ഫുഡാണ് കൂടുതൽ ആൾക്കാർ അതിൻ്റെ ഒരു ഇത് കണ്ടിട്ടാണ് ലൈക്ക് ചെയ്യുന്നതൊക്കെ. ശരിക്കും ഈ ട്രഡീഷണൽ ഫുഡാണ് ഇപ്പോഴത്തെ ഒരു ഇതായിട്ട് ആൾക്കാർ നോക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വെറൈറ്റി ആയിട്ടും പുറത്തൊക്കെ ഔട്ട്സൈഡ് ഏരിയകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ട്രെൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൂടുതലും ഈ പുതിയ കടകളെ പരിചയപ്പെടുത്തുക, മുക്കിലും മൂലയിലുമുള്ള ചെറിയ കടകളെ ഫുഡിനെ കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ, അതൊക്കെയാണല്ലോ കൂടുതലായി കണ്ടുവരുന്നത്. അതെ അതെ, അതൊക്കെയാണ് കണ്ടുവരുന്നത്. ആൾക്കാർക്ക് അതിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതെ അതെ അതെ, വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡാണ് ഒപ്പം നിൽക്കുക. സീ ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊന്നും അധികം അവർക്ക് താല്പര്യമില്ല. അതാണ് ഈ പിന്നെ ഫാസ്റ്റ് ഫുഡിനെ അവർ തേടി പോകുന്നത്. അല്ല, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡ് സംസ്കാരം നമ്മെ അന്യം നിൽക്കുകയാണ്. അതെ അതെ അതെ, അത് അപകടകരമല്ലേ? അതെ അതെ, പുതിയ കാലഘട്ടത്തിന് അപകടം തന്നെയാണ്. അതിന് കാരണം ഒന്നാമത് വീട്ടിലുള്ളവർക്ക് സമയമില്ല. വീട്ടിലെല്ലാ ഫാമിലിയിലുള്ളവർക്ക് ജോലി കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ രാവിലെ ആകുമ്പം ജോലിക്ക് പോകും. അപ്പം മക്കൾ അല്ലെങ്കിൽ ഇപ്പം അവരും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കഴിക്കും. ഞങ്ങളൊക്കെ വീട്ടമ്മമാരാണ്, വീട്ടിൽ ആഹാരം വെച്ചാണ് കഴിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള ഫുഡിൽ നിന്ന് മാറി ഈ പുതിയ കാലത്തോട്ട് പോകുന്നത് അപകടകരമാണെന്ന് തോന്നുന്നുണ്ട്. അപകടകരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വരാം. എല്ലാം കെമിക്കൽ ചേർന്ന ആഹാരങ്ങളാണ്. അതുകൊണ്ട് അപകടങ്ങളാണ്. എല്ലാവരും ഹോസ്പിറ്റലിലാണ് ഇപ്പം. തിരക്ക് കൂടുതലാണ്. ഹോസ്പിറ്റലിൽ തിരക്ക് കൂടുതലാണ്. ഓരോ തീർച്ചയായിട്ടും കൂടുതലും ഈ കൊളസ്ട്രോളും അതും ഇതും എല്ലാം കൂടെയല്ലേ എണ്ണയും. നമ്മൾ വീട്ടിലാണെങ്കിൽ പണ്ടത്തെ രീതിയിലുള്ള ആഹാരം നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആർക്ക് സമയമില്ല. മക്കൾക്ക് കൂടുതലും ആഹാരത്തിനോട് പുറത്തുള്ളതാണ് ഇഷ്ടം. അവർക്കതാണ് ഇഷ്ടം കൂടുതലും. അവരത് ആഗ്രഹിക്കുന്നു, ഓർഡർ ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവരുന്നു, കഴിക്കുന്നു. പക്ഷേ നമ്മൾ പഴയ ആഹാരത്തോടാണ് നമുക്കിഷ്ടവും. അത് കഴിക്കണതിൽ ഒരുപാട് പേർക്ക് ആഹാരം നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ളവർക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഇന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ 10-20 വയസ്സായ മക്കൾക്ക് വരെ ഇന്ന് ഭയങ്കരമായ അസുഖങ്ങളാണ് ബാധിക്കുന്നത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും കെമിക്കൽ ചേർന്നത് തന്നെയാണ്. നമ്മൾ വീട്ടിൽ കൊടുക്കുമ്പോൾ ആരും വെളിയിൽ കൊടുക്കണമെന്നില്ലല്ലോ. അതാണ് പുറത്തുനിന്ന് കഴിക്കണോണ്ട് അതൊക്കെ മായം ചേർന്നതാണ്. ജോലിക്ക് എളുപ്പമാണ്. പെട്ടെന്ന് ചെന്ന് കാശ് കൊടുക്കുമ്പോൾ നമുക്കത് ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ഗൂഗിൾ പേ അത് ഫോൺ എടുത്ത് ചെയ്താലും മതി, ഉടനെ ആഹാരം വീട്ടിലെത്തണോണ്ട് അതെല്ലാം ഭയങ്കര അപായമാണ്. ഇപ്പോൾ വീട്ടിൽ ഇച്ചിരി അരിയും പയറും ഇട്ട് കഞ്ഞി വെച്ചാലും അത് നല്ല ഒരു കാര്യമാണ്. അസുഖങ്ങൾ ഇല്ലാണ്ട് തീർച്ചയായിട്ടും പോകണം. ഇനിയും കരകാലം ജീവിക്കണം. ഇപ്പോഴത്തെ ഈ ഭക്ഷണങ്ങൾ കഴിച്ച് പെട്ടെന്ന് അടിച്ചു രോഗങ്ങൾ കൂടെയാണ്. ആശുപത്രി ആയാലും എല്ലാം ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ട്. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി വെക്കാം. പിന്നെ അത്യാവശ്യം മാസത്തിൽ 1-2 തീരെ എന്തെങ്കിലും ഒരു വയ്യായ്മ യാത്രയിലാവാം, ചിലപ്പോൾ ഇച്ചിരി തലവേദന ആയിപ്പോയാൽ എന്തെങ്കിലും ഓർഡർ ചെയ്യും എന്നുള്ളതല്ല. അതും വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളൂല. അത്ര അങ്ങനത്തെ ആഹാരവും ഇതെന്ന് പറയുന്നൊരു സർവൈവലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം എന്താണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റീസ് തേടിപ്പോന്നുള്ളത് അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അവർ അതായിരിക്കാം ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ തേടിപ്പോകുന്നതല്ലേ. അത് സാധാരണഗതിയിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ട്രെൻഡുണ്ട്. പുതിയ ട്രെൻഡ് ഫുഡുമായി ബന്ധപ്പെട്ട ഒരു മത്സരത്തിൻ്റെ ട്രെൻഡാണെന്ന് കരുതുന്നുണ്ട്.
അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം പലരും ഈവൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവർ ചിലപ്പോൾ ഫണ്ട് ചെയ്യുന്നുണ്ടാവും ഇങ്ങനത്തുള്ള ബ്ലോഗേഴ്സിനെ അവരുടെ റെസ്റ്റോറൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അല്ലാണ്ട് യുവതലമുറ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ പുറകെയാണെന്നുള്ളൊരിതില്ല. അത് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സർവൈവലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പം അതിനെ ഒരിക്കലും നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഇപ്പോൾ പലരും വേറെ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചു. കാരണം ഈ പുതിയ തലമുറ കൂടുതലും പലവിധമായ മാരകമായ അസുഖങ്ങൾക്കൊക്കെ അസുഖത്തൊക്കെ സാധാരണഗതിയിൽ ജീവിത ചക്രത്തിൻ്റെ ഭാഗമാണ്. അത് ഫുഡുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള ഒരു ചർച്ചകൾ നടന്നു വരുന്നുണ്ട്. ഭക്ഷണം എന്ന് പറയുമ്പം ഇപ്പം ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും, ഈ ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഷവർമ, ബർഗർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ചുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത് ഈ അരി പലഹാരങ്ങൾ, ഈ ദോശ, ചോറ് അങ്ങനത്തെ പരിപാടികളില്ല. നാരമ്പല അത് മീൻസ് ഇപ്പം ജങ്ക് ഫുഡ്സൊക്കെ കഴിച്ചാൽ പോലും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ബോഡിക്ക് അതിനനുസരിച്ചുള്ള ഈ എക്സസൈസ് കൊടുത്ത് അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവില്ല, ചെയ്യുന്നില്ല. അത് എക്സസൈസ് കുറവാണ്, പൊതുവേ കുറവാണ്. ഇപ്പം അങ്ങനല്ല. ഇപ്പം ആൾക്കാർക്ക് ഒരു അവെയറായി വരുന്നുണ്ട്. ഇങ്ങനെ അവരുടെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഇച്ചിരി കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പം പലരും ഇപ്പം ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ ഡയറ്റിൽ അതൊക്കെ വരുന്നുണ്ട്. ഇപ്പം മധുരം ഒഴിവാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ മത്സരം നടക്കുമ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ പലതരത്തിലുള്ള അവയർനെസ് ഉണ്ടല്ലോ. ഇപ്പം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ബെറ്റർ അല്ല, പക്ഷേ എമർജൻസി ഘട്ടത്തിൽ, അതായത് വല്ലപ്പോഴും ആണെങ്കിൽ ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് ബെറ്റർ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ പോയാലും ഒരു കൗതുകമാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ വെറൈറ്റി ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. അതായത് നമ്മൾ മാധ്യമങ്ങളിലായാലും അഡ്വർടൈസ്മെൻറ്റ് വനിത അങ്ങനെയുള്ള എല്ലാം അപ്പോൾ അതിലൊക്കെ പുതിയ പുതിയ വെറൈറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കും. അതുകൊണ്ടാണ് അത് കുട്ടികളെ ആകർഷിക്കുമ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ഥിരമായിട്ടുള്ളത് ദോഷം തന്നെയാണ്. പഴയ തലമുറക്കാർക്ക് എല്ലാം പാചകം ചെയ്യാൻ ഇഷ്ടം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെയല്ല. ജോളിയായിട്ട് നടക്കണം, അവർക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം ചെയ്യാനുള്ള സമയമില്ല. എല്ലാവരും തിരക്കിലാണ്. രാവിലെ ജോലിക്ക് ഇറങ്ങിത്തിരിക്കും, ഫുഡ് ഉണ്ടാക്കി അപ്പോഴിങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങാനാണ് അവർക്ക് കൂടുതൽ സൗകര്യം. പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. പക്ഷേ പണ്ടുള്ള അങ്ങനെയല്ല, അവർ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ അന്നത്തെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ഈ കാലഘട്ടം മാറിയപ്പോഴേക്കും അതിൻ്റെ ഓരോ സാഹചര്യം അനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖങ്ങൾ, ക്യാൻസർ അങ്ങനെ അതുപോലുള്ള മാരക രോഗങ്ങൾക്ക് അടിമപ്പെടാൻ കാരണം ഇത് തന്നെയാണ്, ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് കാരണം. അതായത് സ്ഥിരമായത് അത് വളരെ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഈ ക്യാൻസർ അതുപോലുള്ള മഹാമാരികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇത് തന്നെയാണ് കാരണം. ലേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ മയോണൈസ്, പിന്നെ അവരുപയോഗിക്കുന്ന ബർഗർ, പിസ്സ, അതിലൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ അതിൻ്റേതായ വൃത്തിയും വെടിപ്പോടും കൂടെ അമ്മ പാചകം ചെയ്ത് തരുമ്പോൾ അതിന് സ്വാദുണ്ട്. പക്ഷേ എല്ലാവരും വാങ്ങി കഴിക്കുമ്പോൾ കുട്ടികൾക്കും അതൊരു ആഗ്രഹമാണ്, അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാവും. പിന്നെ പിള്ളേർക്ക് പിന്നെ അരിയാഹാരത്തിനോടൊക്കെ വളരെയധികം, അരിയാഹാരം എന്നല്ല, വീട്ടിലുള്ള ആഹാരത്തിനോട് അവർ വിമുഖത കാട്ടുന്നത് ഇത് തന്നെയാണ്, അതിൽ ഉള്ള ടേസ്റ്റ് കാരണം. അതെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആഹാരത്തിൻ്റെ ആ സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് വീട്ടമ്മമാരിൽ നിന്നാണ്. അപ്പോൾ വീട്ടമ്മമാരാണോ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്മളാരും ചെയ്യാം. അത് ഇപ്പം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എല്ലാ വീട്ടമ്മമാരും അങ്ങനെയല്ല. ഇതിന് മക്കൾക്ക് വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ആയാലും അത് വീട്ടിലുണ്ടാക്കുന്നതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും പലരും, അതായത് ഈ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അത്, പിന്നെ ഈ വൈകുന്നേരം പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് കുട്ടികളായിട്ട് പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയിലാണ് ഇത് കൂടുതൽ. അത് കൂടുതൽ ഇങ്ങനെ ഡെയിലി അത് ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചതിന് ശേഷമാണ് അതിനെക്കുറിച്ച് ബോധവാന്മാരെ പിന്നെ വീട്ടിലോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ കൂടുതലും അത് പ്രൊമോട്ട് ചെയ്യാതെ ഇപ്പോൾ ഈ അതുപോലെ തന്നെ കുടുംബശ്രീ അങ്ങനെയൊക്കെ ഉള്ളത് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊന്ന് വിശ്വാസത്തിൻ്റെ പുറത്ത് പരമ്പരാഗതമായ, അതുകൊണ്ട് അത് തന്നെയാണ്, അതൊക്കെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൂടുതലും നമ്മുടെ ഈ വെറൈറ്റി ഫുഡിനോട്
താല്പര്യമില്ല. അത് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും ഓക്കെ, പക്ഷെ കണ്ടിന്യൂസ് ആകാതിരുന്നാൽ മാത്രം മതി. അതിനൊരു കാരണം എല്ലാവരും ഒരു പുതിയൊരു ഹോട്ടൽ തുടങ്ങിയാൽ അവർ വെറൈറ്റി ഫുഡ് അങ്ങനെ തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. തിരക്ക് അവിടെയാണ്. അതായത് അവർക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ മതി, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൽ ചേർക്കുന്നത് എന്താണെന്നുള്ളത് ആരും നോക്കുന്നില്ല. അത് തന്നെയാണ് അതിനെ ഇപ്പം നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ ഫുഡ് ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. നമുക്കതിനെ ഇത് എന്താണ് ഫുഡ് ഇൻസ്പെക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വന്ന് അതിന്ന് ഒരു പ്രാവശ്യം ഒരിടത്ത് തന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ നിന്ന് അവർ ഇടപെടുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് കണ്ടിന്യൂസ് ഒരു ഇത് വെച്ചാൽ കുറേയൊക്കെ അജിനോമോട്ടോ പോലുള്ള സംഭവങ്ങൾ ചേർക്കുന്നതൊക്കെ കുറേയൊക്കെ അങ്ങ് മാറും. അതായത് ഇപ്പോൾ വലിയ കടകളിലൊക്കെ ആയാലും വല്ലപ്പോഴും ഒരിക്കൽ വന്ന് പോകാതെ സ്ഥിരമായിട്ട് അതൊരു നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളും അതിനനുസരിച്ചിട്ട് ഒരു ഉണ്ടാവണമെന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പകുതി അസുഖങ്ങൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറും. നമുക്ക് ഫാമിലിയിൽ ഒരു സന്തോഷം കിട്ടും. നമുക്ക് വിശ്വാസമായിട്ട് പോയി ഈ വെറൈറ്റി ഫുഡിനോട് നമ്മൾ നോ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ തന്നെ ചേർക്കേണ്ട കാര്യം, അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് മാറ്റിയിട്ട് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. മാറ്റങ്ങളെ എന്നും സ്വീകരിക്കുന്ന മലയാളി, അത് ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും. പക്ഷേ അപകടകരമാകരുതെന്ന് മാത്രം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.